കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല. പൂച്ച ആ കിളിയോടുള്ള കളിയാണ്. കുറേ നേരമായി ഞാൻ രാവിലെ നടക്കാൻ ഇറങ്ങിയതാണ്. അപ്പോഴത്തേക്കിന് കണ്ട കാഴ്ചയാണ്. ആശാൻ്റെ വാലെ കുത്തും. ഇത്തിരി ദൂരെ പോയി നോക്കട്ടെ കിട്ടുമെന്നില്ല എൻ്റെ കാര്യം. അവരങ്ങ് പോയി. ഞാൻ ഇങ്ങോട്ടേക്ക് നടക്കാൻ ഇറങ്ങിയതാണ്. അപ്പോഴത്തേക്കിന് ഇവിടെ നിന്ന് ആശാന്മാർ കളിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ഞാൻ ചുമ്മാ നടന്ന് മീൻ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള കാര്യം എടുത്ത് ചുമ്മാ വല്ലതും നോക്കാമല്ലോ എന്ന് വിചാരിച്ചുണ്ട്. ഇവിടെ നമ്മൾ ഇടയ്ക്ക് നല്ല ചൂടൊക്കെ ഉള്ളപ്പോഴത്തേന് ചുമ്മാ ഒന്ന് കുളിക്കാൻ വേണ്ടിയിട്ട് വരുന്നത്. താറാവ് പോകുന്നുണ്ട്. ഇപ്പോൾ പുല്ലൊക്കെ വെട്ടും കേട്ടോ. ഇതിപ്പം കിളിച്ച് കയറി ഞാൻ കുറേ ആയി ഇങ്ങോട്ടേക്ക് വന്നിട്ട്. ചൂണ്ടയിടാൻ വേണ്ടിയിട്ട് ഞാനിവിടെ വരുന്നത്. ഇവിടെ നിന്ന് ഇടയ്ക്ക് കാസ്റ്റ് ചെയ്യും, അതുപോലെ തന്നെ അവിടെ നിന്നും കാസ്റ്റ് ചെയ്യും. കൊതുകുണ്ട് നല്ല രീതിയിൽ. കുറച്ച് കഴിയുമ്പോഴത്തേന് ഈ കിടക്കുന്നതെല്ലാം മാറി. ഉന്ത് പോലത്തെ ഈ ചെടികളാണ്, ആ സാധനമെല്ലാം മാറ്റും. ഓളം അടിച്ച് നല്ല രീതിയിൽ സൈഡിലോട്ട് അങ്ങ് മാറും. പിന്നെ കുഴപ്പമില്ല. ഇത് നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ ബോട്ടാണ്, ജീമെന്നും പറഞ്ഞുകൊണ്ട്. ഒരു 5 കൊല്ലം മുന്നേ ആയിരുന്നെങ്കിൽ എൻ്റെ ഇവിടുന്ന് ഒരു കയറ് കെട്ടിയിട്ട് ആ സ്ഥലമുണ്ട് അവിടെ വരെ ഉണ്ട്. എന്നിട്ട് ഈ സാധനത്തിൽ കയറി പിടിച്ച് ഞങ്ങൾക്ക് അപ്പുറത്ത് പോകായിരുന്നു. അപ്പുറത്ത് തൊട്ട് ഇപ്പുറത്ത് വരായിരുന്നു. ഇപ്പോൾ അവരത് മാറ്റി എന്താണെന്ന് അറിയത്തില്ല. ഇപ്പം ഇതിങ്ങനെ പോവും, ഈ ഭാഗത്ത് കിടന്ന് വട്ടം കറങ്ങും. തള്ളിക്കഴിഞ്ഞാൽ ഇത് മൂവാകും. ഇത് ചൂണ്ടയിടാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കയറിയിരുന്ന് ചൂണ്ടയിടുന്നത്. ഇത് ഈതലൂടെ നിൽക്കുന്നതുകൊണ്ട് ചൂണ്ടയിടുന്ന കാര്യം കുറച്ച് പ്രശ്നമാണ്. കുരുങ്ങും ഇതിനകത്ത്. ഈ പ്രാവശ്യം വെള്ളം ഇച്ചിരി കൂടിയിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഇത്രയ്ക്ക് വെള്ളമില്ലായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം അതിൻ്റെ അങ്ങേക്കൊല്ലം വലിയ ഇത്രയും വെള്ളമില്ലായിരുന്നു. ഈ പ്രാവശ്യം നല്ല രീതിയിൽ വെള്ളം കുറച്ചുകൂടി പൊങ്ങിയിട്ടുണ്ട്. നല്ല രീതിയിൽ പച്ചപ്പൊക്കെ എല്ലായിടത്തും ആയി വരുന്നതേ ഉള്ളൂ. ആയി ഏകദേശം. ആകെപ്പാടെ കിട്ടുന്ന 2-3 മാസമേ ഉള്ളൂ ചൂടെന്ന് പറയുന്നത്. ബാക്കി അത് കഴിഞ്ഞാൽ പിന്നെ കഴിഞ്ഞു. പിന്നെ മഴയായി, പിന്നെ തണുപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ ഇതായി. ഇതെൻ്റെ ഒരു ചില്ലിങ് സ്പോട്ടാണ്. ഇപ്പോൾ കുറേ ആയി ഇവിടെ വന്നിട്ട്. പണ്ട് ഞാൻ ഇവിടെ ഇരുന്നായിരുന്നു ചില്ല് ചെയ്തുകൊണ്ടിരുന്നത്. 2 ബിയർ മേടിച്ചുകൊണ്ട് ഒരു വീട്ടിലേക്ക് അടിക്കും. പിന്നെ നമ്മൾ സ്വന്തമായിട്ട് മീൻ പിടിക്കുന്ന മീനുണ്ടല്ലോ, അത് ഉണക്ക മീനും ബിയറും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി കേട്ടോ. അത് ഭയങ്കര ടേസ്റ്റാണ്. ഞാനിനി എപ്പോഴേലും ഇത് ചെയ്യുമ്പോൾ കാണിച്ചു തരാം.